ഞങ്ങൾ ജാക്സൺ സ്റ്റൈലിലേക്ക് പോവാണെന്ന് പരസ്യമായി പ്രഖ്യാപിക്കാണ്. ആര്? സക്കാഫികൾ തന്നെ കേട്ടോളൂ. എന്നിട്ട് 6-ാം നൂറ്റാണ്ടിലെ കവിത, അറബി കവിത മൈക്കൽ ജാക്സൺ സ്റ്റൈലിൽ ചെല്ലുക. അതിന്റെ അർത്ഥം എന്താ? പഴമക്ക് പുതുമ നൽകുക. ഇതന്നെ ശരി. ഈ കുല്ലി ജദീദിൽ അറബി തത്വം എങ്ങനെയാണ്? ബേസിക്കലായിട്ട് പഴയ തന്നെ, പക്ഷെ സംഗതി ഒന്ന് മോഡിഫൈ ചെയ്യാം. അതിന് ത്വാരാൽ ബദറും അല്ലേ? നമ്മൾ പഴയ കാലത്തെ മൗലൂദിനൊക്കെ ചില ആൾക്കാർ കേൾക്കാൻ തന്നെ ഒരു വിഷമ. അതുകൊണ്ട് കുറെ ആൾക്കാർ എതിർത്തിരുന്നു. എന്താ ഇപ്പൊ ഞങ്ങളുടെ മലപ്പുറം ഭാഗത്തൊക്കെ വേദന ഉസ്താദുമാർ ചെല്ലുന്ന സമയത്ത് പഴയ വയസ്സന്മാരിങ്ങോട്ട് വരും, ഒരു തോർത്ത് മുണ്ടോണ്ട് തരീക്കൊട്ടൊക്കെ ഇങ്ങോട്ട് കെട്ടി ആ 3 ടോർച്ച് ഇങ്ങനെ വെച്ചാൾക്ക് മൗലായ ഉള്ള ഒച്ചൊക്കെട്ടം ചെല്ലല. കേൾക്കുമ്പോ തന്നെ ഒരു അരോചകം. ഇങ്ങനെ ഇന്ന് അതേ സമയത്ത് രാഷ്ട്രീയക്കാർ ഇലക്ഷൻ പ്രചരണത്തിന് കൊണ്ടുപോണ വണ്ടിന്ന് കൂടി കേൾക്കുന്നത് ഏതാണ്? طلع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله تشرفت المدينة. പടച്ചോനെ അങ്ങനെ തുടങ്ങിയിട്ട് നമ്മളതിന്റെ ഒപ്പം ഇങ്ങനെ പോകുക അല്ലേ? അതുപോലെ റസിബി, ആ റസിബിന്റെ കാസറ്റ് അങ്ങനെ കേൾക്കുമ്പോൾ ഉറുദുവിലും അങ്ങനെ സബ്രിക്കൽ പോലെ മറുകേബ, ഊച്ചെ പോലെ മറുകേബ, സബ്രിക്കൽ പോലെ മറുകേബ മറുകേബയ ഇതിങ്ങനെ പറയുമ്പോ നമ്മൾ വിൽക്കർ പോലെ പറഞ്ഞു പോവുകയാണ്, ആ ഊഞ്ചെ പോലെ പറഞ്ഞു പോവുകയാണ്. എന്തേ? ഉറുദു ഇങ്ങനെ കേൾക്കുമ്പോ നമ്മളെ വലിയ തീവ്രത ഉള്ളാത്ത മുജാഹിദും പതുക്കെ കാറ് കയറിയിട്ടൊക്കെ ചിലപ്പം ആ കേസറ്റ് അതൊന്ന് ഇട്ടാ നിങ്ങൾ കേട്ടു നോക്കട്ടെ, മിൽക്കർ ബേൽ അത് നമ്മളിങ്ങനെ പോവുക. നോക്കി ഇതെന്തേ? 6-ാം നൂറ്റാണ്ടില് കവി ഭല്ലവൻ ഇമ്രുൽ കൈസിന്റെ പാട്ട് ആധുനിക ശൈലിയിൽ മൈക്കൽ ജാക്സൺ ശൈലിയിൽ ചൊല്ലുന്നു. അപ്പൊ ചെറുപ്പക്കാരൊക്കെ സിനിമാ പാട്ട് പാടിയിരുന്ന ആളുകൾ അതൊക്കെ ഒഴിവാക്കിയിട്ട് ഇങ്ങനെ ഈ ഉറുദു പാട്ട് മറ്റ് ജോലിക്ക് പീച്ചേക്കാകെ ഇതാ ചൊല്ലുന്നത് ഭാഷയില്. ഇപ്പൊ നേരെ വെച്ച ബിൽക്കർ പോലെ എടുക്കുന്നത് കണ്ടങ്ങള്. ഇതന്നെയാണ് തമ്മിലുള്ള മാറ്റോ. അപ്പൊ ആധുനിക യുവാക്കളെ വിളിച്ചുകൊണ്ട് ആധുനിക ശൈലിയിൽ തന്നെ ഇത് നടത്താൻ പറ്റുമെന്ന് തെളിയിക്കുന്നു. അപ്പൊ ഇവര് ഓരോന്ന് തെളിയിക്കാണ്, ഇസ്ലാം മതം വെച്ചിട്ട് ഓരോന്ന് തെളിയിക്കാണ്.